ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അനിയത്തിൻ്റെ നിക്കാഹാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നതാണ്. രാവിലെ ഞാൻ വന്ന് മാറ്റി ഒരുങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത്. ബാർബി ഡോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇന്ന് പരിപാടി ഇട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഓഡിറ്റോറിയം, മദ്രസയാണ്, ഞങ്ങളെ മദ്രസയാണ്. അവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. പന്തലൊക്കെ അടിപൊളിയായിട്ട് ഒരു പഞ്ചാബി സ്റ്റൈലിലൊക്കെയാണ് പന്തലൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ അവിടെ എത്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റേജൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അനിയത്തി, പുതുപ്പെണ്ണ് ഹഫ്സത്ത്. നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല മൊഞ്ചായിട്ടുണ്ട് കേട്ടോ. ഓളെ നെയിലും മറ്റേ സ്റ്റിക്കർ നെയിലുണ്ടാവില്ല, അത് ഒട്ടിക്കുക കേട്ടോ. എന്താ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഒട്ടിക്കിരുന്നിട്ടാണ് ഡ്രസ്സ് കണ്ടിട്ടോ. ഡ്രസ്സിന് മേച്ചൊപ്പിച്ചിട്ടാണ് അത് സെറ്റാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പന്തലിൻ്റെ വ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഇളാപ്പാടെ മോനാണിത്. എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം തിരക്കില്ല, അത് അന്വേഷിക്കില്ല. അപ്പോൾ ഞാൻ അന്നേയും വീഡിയോ എടുക്കട്ടാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുകയായിരുന്നു. അങ്ങനെ പെണ്ണിൻ്റെ ചെക്കൻ്റെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ പോണത് എൻ്റെ മോനാണ്. ഓന് ഓടിക്കളിക്കായിരുന്നു. പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ വന്നപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. നിക്കാഹ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ അവർ നേരെ എത്തിയ സമയം ഒരു ഉച്ചയൊക്കെ ആയിക്കണ്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ മഹർ ആദ്യം പെണ്ണിൻ്റെ കയ്യിൽ കൊടുന്നാൽ പെണ്ണിൻ്റെ വല്യമ്മ ഉണ്ടാവില്ല, ഉപ്പാടെ ഉമ്മയാണ് ആദ്യം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പാടെ ഉമ്മ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മഹർ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. ആദ്യം ഉപ്പാടെ ഉമ്മയാണ് വല്യമ്മയാണ് ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത്. പിന്നെ ചെക്കൻ വരുമ്പോൾ പിന്നെ ചെക്കൻ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ഒക്കെ കേട്ടോ. പിന്നെ ചെക്കൻ വന്നപ്പോൾ ചെക്കൻ്റെ സ്റ്റേജിൽ കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മോനിക്ക് ഫുഡ് എടുക്കാൻ പോയി. അങ്ങനെ ഇപ്പോൾ ഒരു ചെക്കൻ വന്നതിന് ശേഷം ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഞാൻ കറക്റ്റ് ചെക്കനെ കാണുന്നത്. അപ്പോഴാണ് കാണുന്നത്, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മളെ ചെക്കൻ. അപ്പോൾ ചെക്കൻ വന്നിട്ട് ചെക്കനെ കൊണ്ട് മഹർ ഇടിപ്പിക്കുന്ന സീനാണ് കാണുന്നത്. അങ്ങനെ ചെക്കനും പെണ്ണും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അതായത് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്, ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകും.
അപ്പോൾ അങ്ങനെ ഇറങ്ങണ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞോളെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾ കരയുന്നില്ല, ഏൽക്കണില്ല അങ്ങോട്ട്. പിന്നെ ഇത് ചെക്കൻ്റെ വീട്ടുകാർ കൊടുന്ന ഹാമ്പറാണ്. ചെക്കൻ വരുമ്പോൾ കൊടുന്നതായിരുന്നു. ചെരുപ്പ്, ഡ്രസ്സ്, ബാഗ്, പിന്നെ കുറേ ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കായിരുന്നു കേട്ടോ. ഞാൻ നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നെ തന്നെ കുറച്ച് വീഡിയോസ് ഇട്ട് പുകയ്ത്തുകയായിരുന്നു. പിന്നെ ഇത് അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. വെഡ്ഡിങ്ങിൻ്റെ സേവ് ദി ഡേറ്റ് ചെയ്ത ആ ഒരു ഇതുണ്ടാവില്ലേ, നല്ല അടിപൊളിയായി കണ്ടിട്ട് നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ അവർ രണ്ടാളെ സൈൻ ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സീനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകുന്ന രംഗമാണ്. പോകുമ്പോൾ നല്ല ഉഷാറായി പോയി. വരുമ്പോൾ അതാ ഞങ്ങൾ രണ്ടാളെ കോസ്റ്റ്യൂമൊക്കെ മാറിയിരിക്കണം. എന്നിട്ട് മീനും പിടിച്ച് പോവാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക്.